നിറവും മണവുമില്ലാത്ത കാർബൺ മോണോക്സൈഡ് അദൃശ്യനായ കൊലയാളി. കാറിലെ ദുരൂഹ മരണങ്ങളിൽ മിക്കതും വില്ലൻ കാർബൺ മോണോക്സൈഡാണ്. എങ്ങനെയാണ് കാറിനുള്ളിൽ ഇവ ഉണ്ടാകുന്നതും അപകടം വരുത്തിവെക്കുന്നതും എന്ന് നമുക്ക് നോക്കാം. നിർത്തിയിട്ട കാറിൽ വെച്ചുള്ള ദുരൂഹ മരണത്തെക്കുറിച്ച് പലപ്പോഴും നാം കേൾക്കാറുണ്ട്. കാർബൺ മോണോക്സൈഡ് എന്ന വിഷവാതകമാണ് വില്ലൻ. ചൂടുകാലത്ത് യാത്രക്കിടെ കാർ നിർത്തിയിട്ട് AC ഓൺ ചെയ്തിട്ട് സുഖമായി ഉറങ്ങുന്നവരുണ്ട്. സാധാരണ ഇത് അപകടകരമല്ലെങ്കിലും അപൂർവമായി കാർബൺ മോണോക്സൈഡ് മൂലം വലിയ ദുരന്തങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. പെട്രോൾ അല്ലെങ്കിൽ ഡീസൽ ജ്വലിപ്പിച്ചാണ് കാറിന്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്നത്. ഫോസിൽ ഇന്ധനങ്ങളായ പെട്രോളും മണ്ണെണ്ണയും പൂർണ്ണമായി ജ്വലിച്ചാൽ കാർബൺ ഡയോക്സൈഡ്, വെള്ളം അല്ലെങ്കിൽ നീരാവി എന്നിവ ഉണ്ടാകുന്നു. പൂർണ്ണ ജ്വലനത്തിന് അന്തരീക്ഷത്തിലെ ഓക്സിജൻ വേണം. ചില അവസരങ്ങളിൽ ആവശ്യമായ ഓക്സിജൻ ഇല്ലാത്തതിനാൽ പൂർണ്ണമായി ജ്വലനം നടക്കില്ല. ഇങ്ങനെ വരുമ്പോൾ ചെറിയ അളവിൽ കാർബൺ മോണോക്സൈഡ് ഉണ്ടാകും. ഇത് നിറവും മണവും രുചിയുമില്ലാത്ത വാതകമാണ്. അതുതന്നെയാണ് ഇതിന്റെ ഏറ്റവും അപകടകരമായത്. അതായത് കാർബൺ മോണോക്സൈഡിന്റെ സാന്നിധ്യം നമുക്ക് മണം കൊണ്ടോ നിറം കൊണ്ടോ മനസ്സിലാക്കാൻ പറ്റില്ല. കാർബൺ മോണോക്സൈഡ് ശ്വസിക്കുമ്പോൾ നമ്മുടെ രക്തത്തിലുള്ള ഹീമോഗ്ലോബിനുമായി ചേർന്ന് കാർബോക്സി ഹീമോഗ്ലോബിൻ എന്ന സംയുക്തം രൂപപ്പെടുന്നു. ഇത് ഹീമോഗ്ലോബിൻ ഓക്സിജൻ കൊണ്ടുപോകുന്ന അവസ്ഥയെ തടയുന്നു. അതോടെ അവയവങ്ങൾക്ക് ആവശ്യമായ ഓക്സിജൻ ലഭിക്കാതാകുകയും അവ സാവധാനത്തിൽ പ്രവർത്തനം നിർത്തുകയും ചെയ്യുന്നു. ഇങ്ങനെ നമ്മൾ അറിയാതെ അവ നമ്മളെ മരണത്തിലേക്ക് കൊണ്ടുപോകും. കാർബൺ മോണോക്സൈഡ് ശരാശരി 100 ppm പാർട്സ് പെർ മില്യൺ അല്ലെങ്കിൽ അത് കൂടുതലുള്ള അളവുകൾ മനുഷ്യന്റെ ആരോഗ്യത്തിന് അപകടകരമാണ്. കാറിന്റെ ഇന്ധനം കത്തി ഉണ്ടാകുന്ന കാർബൺ മോണോക്സൈഡ് എക്സോസ്റ്റ് പൈപ്പിൽ ഘടിപ്പിച്ച കാറ്റലിറ്റിക് കൺവെർട്ടർ എന്ന സംവിധാനം ഉപയോഗിച്ച് കാർബൺ ഡയോക്സൈഡാക്കി മാറ്റും. അതിനാൽ കാറുകളിൽ ഈ പ്രശ്നം ഉണ്ടാകാറില്ല. എന്നാൽ തുരുമ്പിച്ചത് മൂലമോ ദ്രവിച്ചോ മറ്റു കാരണങ്ങൾ കൊണ്ടോ പൈപ്പിൽ അതായത് എക്സോസ്റ്റിൽ ദ്വാരങ്ങൾ വീണാൽ കാറ്റലിറ്റിക് കൺവെർട്ടറിൽ എത്തുന്നതിന് മുമ്പ് തന്നെ കാർബൺ മോണോക്സൈഡ് പുറത്തേക്ക് വരാം. നമ്മുടെ കാറിലെ കാറ്റലിറ്റിക് കൺവെർട്ടർ ശരിയായി പ്രവർത്തിക്കുന്നില്ലെങ്കിലും ഇങ്ങനെ സംഭവിക്കാം. കാറിന്റെ ബോഡിയിലെ ദ്വാരങ്ങൾ വഴി ഇത് അകത്ത് പ്രവേശിക്കും. വാഹനം ഓടിക്കൊണ്ടിരിക്കുമ്പോൾ പുറത്തുനിന്നുള്ള വായുപ്രവാഹം കാരണം ഇതിൽ നല്ലൊരു ഭാഗം വായുവിൽ ലയിച്ചു പോകുന്നതിനാൽ അകത്തേക്ക് കടക്കാനുള്ള സാധ്യത കുറവാണ്. പക്ഷേ നിർത്തിയിട്ട വാഹനത്തിൽ ദ്വാരങ്ങൾ കൂടി അകത്തേക്ക് കടക്കാം. ഇത് ഏറെ നേരം ശ്വസിച്ചാൽ മരണം സംഭവിക്കാം. അതുകൊണ്ട് അപകട സാധ്യത ഒഴിവാക്കാനായി AC ഓൺ ചെയ്ത് കാർ നിർത്തിയിട്ട് ഉറങ്ങാതെ ഇരിക്കുക. ഉറങ്ങണമെങ്കിൽ കാർ നിർത്തി വിൻഡോ തുറന്നിട്ട് ഉറങ്ങുക. ഇതുകൂടാതെ എല്ലാ വർഷവും കാറിന്റെ പുക പൈപ്പുകൾ, എക്സോസ്റ്റ് പൈപ്പുകൾ, കാറ്റലിറ്റിക് കൺവെർട്ടർ എന്നിവ പരിശോധിക്കുക. ലോകാരോഗ്യ സംഘടനയുടെ കണക്ക് പ്രകാരം ഓരോ വർഷവും ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് കാർബൺ മോണോക്സൈഡിന്റെ വിഷം ഏൽക്കുന്നുണ്ട്. അതിനാൽ ഈ വിഷവാതകത്തെക്കുറിച്ച് ജാഗ്രത പുലർത്തണം. മണ്ണെണ്ണയും പെട്രോളും ഡീസലുമൊക്കെ ശരീരത്തിൽ ഒഴിച്ച് ആത്മഹത്യ ഭീഷണി മുഴക്കുന്നത് കണ്ടിട്ടുണ്ടാകും. വളരെ അപകടകരമാണിത്. പെട്രോളിന്റെ ഫ്ലാഷ് പോയിന്റ് -40°C ആണ്. ഒരു കാർബണിക സംയുക്തം വായുവിൽ കത്താൻ ആവശ്യമായ ബാഷ്പം പുറത്തുവിടുന്ന താപനിലയാണ് ഫ്ലാഷ് പോയിന്റ്. അതായത് പെട്രോളിന്റെ കാര്യത്തിൽ 0°C വളരെ താഴെ -40°C പോലും പെട്രോൾ കത്താനുള്ള ബാഷ്പം അതിന് ചുറ്റുമുണ്ടാകും. അഥവാ തീ അടുത്തുകൂടി പോയാൽ പോലും പെട്രോൾ ആളിക്കത്തും. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് 38°C ആണ്. ഡീസലിന്റേത് 52°C. ഇവ രണ്ടും സാധാരണ അന്തരീക്ഷ താപനിലയേക്കാൾ മുകളിലാണെങ്കിലും അപകട സാധ്യത കൂടുതലാണ്.